നമ്മളെയൊക്കെ ആശങ്കപ്പെടുന്ന ഒരു സംഭവമാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതൽ പേരിൽ സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് ഈ രോഗത്തിന് ഇനിയും മെഡിസിൻ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഈ കൂടുതൽ ആൾക്കാരിലേക്ക് ബാധിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കുറച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച്. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന 2 പേരുടെ നില അതീവ ഗുരുതരമെന്ന വാർത്ത കൂടെ വരുന്നുണ്ട്. മറ്റ് അസുഖങ്ങൾ കൂടിയുള്ള ബത്തേരി സ്വദേശിയായ 45 വയസ്സുകാരൻ, കാസർഗോഡ് സ്വദേശിയായ 30 വയസ്സുകാരൻ എന്നിവരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. നിലവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 11 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. നിലവിലെ സാഹചര്യം എന്താണ് നമുക്ക് ബെൻസൺ ബാബുവിനോട് ചോദിക്കാം. ബെൻസൺ ഉണ്ട് എനിക്കിപ്പം തത്സമയം. ബെൻസൺ, ഗുഡ് മോർണിംഗ്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതൽ പേരിലേക്ക് വ്യാപിക്കുന്നത്, കൂടുതൽ പേരിലേക്ക് സ്ഥിരീകരിക്കപ്പെടുന്നത് അത്യന്തം ആശങ്കാജനകമാണ്. ആരോഗ്യ വകുപ്പ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചികിത്സയിലുള്ള എല്ലാവരുടെയും ആരോഗ്യനില എങ്ങനെയാണ് ബെൻസൺ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ ആശങ്ക തന്നെ സൃഷ്ടിക്കുന്നു എന്ന് വേണം പറയാൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ 11 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളത്. അതിൽ 2 പേരുടെ നിലയാണ് ഇപ്പോൾ അതീവ ഗുരുതരമായി തുടരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബത്തേരി സ്വദേശിയായിട്ടുള്ള 45 വയസ്സുകാരൻ, അതോടൊപ്പം തന്നെ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള 30 വയസ്സുകാരൻ, ഇവരുടെ ആരോഗ്യനിലയിലാണ് ഇപ്പോൾ ഒരു ആശങ്കയുള്ളത്. അതിന്റെ കാരണം ഇവർക്ക് മറ്റ് അസുഖങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇവരുടെ ചികിത്സയ്ക്കായി പ്രത്യേകം ഒരു സംഘം ഡോക്ടർമാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റിടങ്ങളിലുമായി ചികിത്സയിലുള്ള, അതായത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള ആളുകളുടെ ഈ രോഗ ഉറവിടം കൃത്യമായും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. അതിനാൽ തന്നെ ഈ രോഗം ബാധിച്ച ആളുകളുടെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് അവരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. അവരുടെ തൊട്ട് സമീപത്തുള്ള ഇടങ്ങളിൽ നിന്നെല്ലാം ജല സാമ്പിളുകൾ ശേഖരിക്കുകയും പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും ഈ രോഗ ഉറവിടം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മാസ് ക്ലോറിനേഷൻ നടപടികളുമായി മുൻപോട്ട് പോകാനാണ് നിലവിൽ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഈ രോഗബാധ ഉണ്ടായ ആളുകളുടെ വീട്ടുപരിസരം, അവരുടെ പഞ്ചായത്ത്, അവർ പൊതുകുളങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം ഇടങ്ങളിലെല്ലാം തന്നെ മാസ് ക്ലോറിനേഷൻ എന്ന നടപടിയിലേക്ക് പോകാൻ നിലവിൽ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. നിലവിൽ കോഴിക്കോട് സ്വദേശികളായിട്ടുള്ള 4 പേരും, മലപ്പുറം സ്വദേശികളായിട്ടുള്ള 4 പേരും, വയനാട് ജില്ലയിൽ നിന്നുള്ള 2 പേരും, കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ഒരാൾ, ഇങ്ങനെ 11 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച ആളുകളുടെ എണ്ണം 3 ആണ്. അത് ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം, കഴിഞ്ഞ വർഷവും അതിന് മുൻപത്തെ വർഷമൊക്കെ ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇത്രത്തോളം മരണം സംഭവിക്കുന്ന, അല്ലെങ്കിൽ മരണനിരക്ക് വർദ്ധിക്കുന്ന കാഴ്ച അത് ഈ വർഷമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന്റെ ഒരു നടപടികൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും എടുത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ ഈ രോഗ ഉറവിടം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, രോഗബാധ എവിടെ നിന്ന് എന്നത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പ്രതിരോധ പ്രവർത്തനങ്ങൾ അമീബിക് മസ്തിഷ്ക ജ്വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റുകൾ, 2 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്, 11 പേർ ചികിത്സയിലുണ്ട്.